ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ആദ്യം നിങ്ങളെ അറിയിക്കുക. ഈ സ്റ്റേഡിയം അതിന് എന്തോ ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം വളരെ വർഷങ്ങളായിട്ട് ഇത് വികസനം കാത്തു കിടക്കുകയാണ്. സാധാരണ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രധാന തടസ്സം പല പ്രാവശ്യം ശ്രമിച്ചിട്ടും നടക്കാതെ ഇരുന്നതാണ് ഈ ഇൻഡോർ സ്റ്റേഡിയം. എന്നെ ഇതിന് വിളിച്ചപ്പോൾ ഞാനെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു നടക്കും. ഇന്ന് നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്നതോടൊപ്പം തന്നെ ഇവിടെ നിർമ്മാണം തുടങ്ങുകയാണെന്ന് പറഞ്ഞു. അതിപ്പം ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, തുടങ്ങിയിട്ടുണ്ട്. കൊള്ളാം, നല്ല കാര്യം. കാരണം എനിക്കൊരു അനുഭവമുണ്ട്. നിൽക്കുന്നു. കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ 6 കോടി രൂപ, സംസ്ഥാന ഗവൺമെന്റിന്റെ 4 കോടി രൂപ, അങ്ങനെ 10 കോടി രൂപ ഇത് വന്ന് ഇതാക്കിയിരിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് ജോസ് കെ മാണി MP ആകാനും രാധാകൃഷ്ണൻ സ്പോർട്സ് വകുപ്പിന്റെ ചാർജ് വഹിക്കാവുന്ന മന്ത്രിയായിട്ടും വരാൻ വേണ്ടി ഈ ഇൻഡോർ സ്റ്റേഡിയം കാത്തു കിടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായിരുന്നാലും ഏറ്റവും വേഗത്തിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകട്ടെ. കോട്ടയത്തിന്റെ ഒരു ചിരകാല അഭിലാഷം സാക്ഷാത്കരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.